ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. സ്ത്രീ ശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം, സ്ത്രീകള്, ശൂദ്രന്മാര്, ദ്വിജബന്ധൂനാം, ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. ദ്വിജബന്ധൂനാം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ തന്നെ താണവർക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ത്രയീ ന ശ്രുതി ഗോചര. ത്രയീ എന്ന് പറഞ്ഞാൽ വേദം, ന ശ്രുതി ഗോചര, ന എന്ന് പറഞ്ഞാൽ അല്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം. ശ്രുതി ഗോചര കേൾക്കുവാൻ പാടില്ല, ന ശ്രുതി ഗോചര കേൾക്കുവാൻ പാടില്ല. കർമ്മശ്രേയസി, കർമ്മരൂപമായ ശ്രേയസ്സിൽ, മൂഢാനാം അറിവില്ലാത്തവർക്ക്, ശ്രേയ ഏവം ഭവേദിഹി, ശ്രേയ ഈ ലോകത്തിൽ ശ്രേയസ് ഏവം ഭവേത് ഇഹ. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ശ്രേയസ് ഏവം ഭവേത് ഇപ്രകാരം ഭവിക്കും, ഇഹ എന്നോർത്തിട്ട്, ഇതി ഭാരതമാഖ്യാനം ഇങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഭാരതം ആഖ്യാനം, ഭാരതം എന്ന കഥ, മഹാഭാരതം എന്ന മഹത്തായ കൃതി കൃപയാ മുനിനാ കൃതം. കൃപയാ, കൃപയാൽ, മുനിനാ കൃതം മുനിയാൽ രചിക്കപ്പെട്ടു, ഉണ്ടാക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീകള്, ശൂദ്രന്മാര്, ബ്രാഹ്മണരിൽ തന്നെ താണവര് എന്നിവർക്ക് വേദം കേൾക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ പറയുന്ന സാരം മനസ്സിലാക്കി ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ ഇനിയും പ്രയാസമാണ് എന്ന് കരുതിയിട്ട്, അതായത് ഇത് കേൾക്കുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിലല്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ശ്രേയസ്സിനായി പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ പ്രയാസമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വ്യാസഭഗവാൻ, കൃപാലുവായിട്ടുള്ള വ്യാസഭഗവാൻ അവർക്കായിക്കൊണ്ട് ഈ വേദങ്ങളെ മുഴുവൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാഭാരതം എന്നൊരു ഗ്രന്ഥം രചിച്ചു. ഇവിടെ ദ്വിജബന്ധു എന്നുള്ളതിന് ബ്രാഹ്മണരിൽ താണവരെന്നും അല്ല, ബ്രാഹ്മണരൊഴികെയുള്ള ക്ഷത്രിയ, വൈശ്യ, ശൂദ്രഗണങ്ങളെന്നും അർത്ഥമാക്കാറുണ്ട്. ഈ മറ്റുള്ള ശൂദ്രരെന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ക്ഷത്രിയരെന്നോ വൈശ്യരെന്നോ അതിന് വ്യാഖ്യാനം കൽപ്പിക്കാറുണ്ട്. അപ്പോൾ 3-4 വർഗങ്ങളിലും, വർണ്ണങ്ങളിലും, ക്ഷത്രിയരായാലും ബ്രാഹ്മണരായാലും വൈശ്യരായാലും ശൂദ്രരായാലും ഈ 4 വർണ്ണങ്ങളിലുള്ളവർക്കും ആർക്കൊക്കെയാണോ വേദത്തെ വേണ്ട വിധത്തിൽ ശ്രേയസ്സിനായി ഉപയോഗിക്കുവാൻ അറിയാൻ വയ്യാത്തത്, അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്, അവർക്ക് വേണ്ടിയിട്ടാണ് മഹാഭാരതം എന്ന ഗ്രന്ഥം രചിച്ചത്. അതൊരിക്കലും വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കേൾക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീ ന ശ്രുതിഗോചര കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. അതുപോലെ ഭവേദിഹ, ഭവേദ ഇഹ ആണ് ഇകാരം ശ്രദ്ധിക്കുക. ഭാരതമാഖ്യാനം, ഭാരതം ആഖ്യാനമാണ് മായുടെ ആകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനാപി യഥാ നാതുഷ്യത് ഹൃദയം തഥാ. ഏവം പ്രവൃത്തസ്യ, ഏവം ഇപ്രകാരം, പ്രവൃത്തസ്യ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന, സദാ എപ്പോഴും, ഭൂതാനാം ഭൂതങ്ങളുടെ അഥവാ പ്രാണികളുടെ, ശ്രേയസി ശ്രേയസിൽ, ദ്വിജാ അല്ലയോ ദ്വിജന്മാരെ. ഇവിടെ സൂതനാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? ബ്രാഹ്മണരായിട്ടുള്ള ആളുകളോട് പറയുകയാണ്. അവിടെ സഭയിൽ കൂടിയിരിക്കുന്ന, സത്രവേദിയിൽ കൂടിയിരിക്കുന്നതായിട്ടുള്ള ധാരാളം ബ്രാഹ്മണരുണ്ട്. അവരോടായിട്ട് പറയുകയാണ്, അല്ലയോ ദ്വിജന്മാരെ, ഇപ്രകാരം എപ്പോഴും പ്രാണികളുടെ ശ്രേയസ്സിൽ, സർവാത്മകേനാപി, സർവാത്മകേന അപിയാണ്, സർവാത്മകേനാപി എല്ലാ കർമ്മം കൊണ്ടും, സർവാത്മകേന എല്ലാ കർമ്മം കൊണ്ടും, അതുപോലെ യഥാ എപ്രകാരമാണോ എപ്പോൾ, നാതുഷ്യത് ഹൃദയം തതഃ, നാതുഷ്യത് ഹൃദയം, ന അതുഷ്യത് ഹൃദയം, 3 വാക്കുകളാണ് അവിടെയുള്ളത്. ഹൃദയം എന്ന് പറഞ്ഞാൽ വ്യാസഭഗവാന്റെ ഹൃദയം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. അപ്പോൾ പ്രവൃത്തസ്യ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തിച്ചിരിക്കുന്ന വ്യാസഭഗവാന്റെ ഹൃദയം, യഥാ എപ്പോൾ, ന അതുഷ്യത് സന്തോഷിച്ചില്ലയോ, എപ്പോൾ സന്തോഷിച്ചില്ലയോ, തതഃ അപ്പോൾ, അതായത് ഇവിടെ ആ ബ്രാഹ്മണരോട് പറയുകയാണ്, ഇങ്ങനെ എപ്പോഴും ജനങ്ങളുടെ ഉത്ഗതിക്കായുള്ള മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നതായിട്ടുള്ള, അതിനുതകുന്നതായിട്ടുള്ള, അവർക്ക് ഹിതമായിട്ടുള്ള വിഷയത്തിൽ തൻ്റെ മനോവാകർമ്മങ്ങളെ സദാ ഏർപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വ്യാസഭഗവാന്റെ ഹൃദയം വേണ്ട വിധത്തിൽ പ്രസാദിച്ചില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ, ബാക്കി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താ ചെയ്തതെന്ന്. അപ്പോൾ വ്യാസഭഗവാൻ എപ്പോഴും ജനങ്ങളുടെ ഉന്നമനത്തിനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മനോവാകർമ്മങ്ങൾ മുഴുവൻ ലോകത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി സദാ വർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹായോഗിയാണ് വ്യാസഭഗവാൻ. പക്ഷേ ഇവിടെ ആ ഒരു തരത്തിൽ വേദങ്ങളെയൊക്കെ വ്യസിച്ച് എല്ലാവരിലേക്കും അത് എത്തിക്കുന്നതിനായിക്കൊണ്ട് പ്രയത്നിച്ചു. അതിനുശേഷം എന്നിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്കായിക്കൊണ്ട് മഹാഭാരതം എന്ന ഗ്രന്ഥം രചിച്ചു. പക്ഷെ എന്നിട്ടും വ്യാസഭഗവാന്റെ ഹൃദയം എന്തോ വേണ്ട വിധത്തിൽ പ്രസാദിച്ചില്ല. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ സർവാത്മകേനാപി യഥാ നാതുഷ്യത് ഹൃദയം തഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജാ. ദ്വിജാ അവിടെ ദീർഘവുമുണ്ട്, അതേപോലെ വിസർഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം, ദീർഘം നീട്ടിയെടുക്കുകയും വേണം ആകാരം. പിന്നെ സർവാത്മകേനാപി,
സർവാത്മകേന അപിയാണ് ന കഴിഞ്ഞിട്ടുള്ള ആകാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ നാതുഷ്യത് ഹൃദയം, ന അതുഷ്യത് ഹൃദയമാണ്. പദം പിരിക്കേണ്ട. നാതുഷ്യത് ഹൃദയം അതങ്ങനെ തന്നെ വായിക്കുക. തതഹ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. നാദിപ്രസീദത് ഹൃദയ സരസ്വത്യാസ്തടേഷു ചൗ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവിത്. വീണ്ടും വരികയാണ്. വീണ്ടും നമ്മളെ ആ സരസ്വതി നദിക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നാദിപ്രസീദത് ഹൃദയ, ന അതിപ്രസീദത് ഹൃദയ. അതിപ്രസീദത് അത്യന്തം പ്രസാദിക്കാത്തതായിട്ടുള്ള ഹൃദയ മനസ്സോടു കൂടിയവനായി. ന അതിപ്രസീദത് ഹൃദയ അങ്ങനെ അധികമൊന്നും സന്തോഷിക്കാത്ത, അധികം സന്തോഷം തോന്നാത്ത, പൂർണ്ണ സംതൃപ്തി തോന്നാത്ത ഇരുന്ന ചിത്തത്തോടു കൂടിയ, മനസ്സോടു കൂടിയവനായി. സരസ്വത്യാസ്തടേ ആ സരസ്വതി നദിയുടെ തടത്തിൽ, കരയിൽ. ശുചൗ ശുദ്ധമായ. വിതർക്കയൻ ആലോചിക്കുന്നവനായിട്ടുള്ള, അങ്ങനെ ശുദ്ധമായി വന്നിരുന്ന് ആലോചിക്കുന്നവനായിട്ടുള്ള. വിവിക്തസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഏകാന്തത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ വന്നിരിക്കുന്നവനായി. ഇദം പ്രോവാച ധർമ്മവിദ്, ഇദം ഇതിനെ, പ്രോവാച പറഞ്ഞു, ധർമ്മവിദ് ധർമ്മത്തെ അറിയുന്ന മഹർഷി, ധർമ്മത്തെ നന്നായി അറിയുന്ന ആ വ്യാസമഹർഷി ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ആ വേദന നോക്കൂ, ലോകത്തെ വേണ്ട വിധത്തിൽ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാത്തതിൻ്റെ വേദന വ്യാസഭഗവാന്റെ ഉള്ളിലങ്ങനെ, ഹൃദയത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. ആ സരസ്വതി നദീതടത്തിൽ വന്നിരുന്ന് അതിനെക്കുറിച്ച് ഏകാന്തത്തിലിരുന്ന് ആലോചിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ, ആ വ്യാസഭഗവാന്റെ ഉള്ളിലെ വേദന എന്തിനെക്കുറിച്ചായിരുന്നു? തൻ്റെ എന്തെങ്കിലും നേട്ടത്തെക്കുറിച്ചോ കോട്ടത്തെക്കുറിച്ചോ ലഭിക്കാത്തതിനെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ സുഖക്കുറവിനെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല. ലോകത്തെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുന്ന ഹൃദയത്തിനുടമയായിരുന്നു വ്യാസഭഗവാൻ. അങ്ങനെയുള്ള വ്യാസഭഗവാൻ ആ സരസ്വതി നദീ തടത്തിൽ വന്ന് സ്നാനാദികൾ കഴിച്ച് ശുദ്ധനായി അവിടെ വന്നിരുന്ന് ഏകാന്തത്തിലിരുന്ന് ആലോചിച്ചു. അങ്ങനെ ഏറെ നേരം ആലോചിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു. കാരണം താൻ പല വിധത്തിൽ നോക്കി, വേദങ്ങളെ വ്യസിച്ചു നോക്കി ഏറ്റവും താഴേക്കിടയിലുള്ളവരിലേക്ക് എത്തിക്കാൻ, അതിനും കഴിയുന്നില്ല. മഹാഭാരതം രചിച്ചു ലളിതമായി എല്ലാവർക്കും എന്താണ് സത്യമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ. എന്നിട്ടും അത് വേണ്ട വിധത്തിൽ അത് എത്താതെ ഇരുന്നപ്പോൾ വ്യാസഭഗവാന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. താൻ ഏതൊക്കെ രീതിയിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെട്ടിട്ടും ലോകത്തെ ഉദ്ധരിക്കുവാൻ കഴിയുന്നില്ലല്ലോ, ലോകത്തിൻ്റെ ഉത്ഗതിക്കായിക്കൊണ്ട് അത് പരിപൂർണമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വ്യസനം. അങ്ങനെയാണ് ഈ സരസ്വതി നദീതടത്തിൽ വന്ന് വ്യാസഭഗവാൻ ഇരുന്നതും ആലോചിച്ചതും. ഇനി എന്താണ് പറഞ്ഞത് നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നാദിപ്രസീദത് ഹൃദയ സരസ്വത്യാസ്തടേഷു ചൗ വിതർക്കയൻ വിവിക്തസ്ഥ ഇദം പ്രോവാച ധർമ്മവിത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ന അതിപ്രസീദത് ഹൃദയ ആണ്. അത് പദം പിരിക്കണ്ട. വായിക്കുമ്പോൾ നാദിപ്രസീദത് ഹൃദയ, അവിടെ വിസർഗവുമുണ്ട്. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. പകുതി ഹകാരത്തിൽ വായിക്കണം. അതുപോലെ ആ ഥ ഖരാക്ഷരമായിട്ടാണ് വരിക. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 28ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.